നോക്കുന്നത് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലെ PYQ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിരുന്നു. നോക്കിയേ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബേസിലാണ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ഉത്തരങ്ങൾ പെട്ടെന്ന് കണ്ടെത്താം, അങ്ങനെ ഒരു ഷോർട്ട് കട്ട് പഠിച്ചു വയ്ക്കുക. അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ കണ്ടെത്താം. അപ്പോൾ ഷോർട്ട് കട്ട് ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വേർ ഏതൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസോട്ട് മാറ്റാൻ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ്, ആം, ആറ്, വാസ്, വേർ ഇതിലേതെങ്കിലും ഓക്സിലറി വരുന്ന ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഓപ്ഷനിൽ ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കാം. എന്ത് നോക്കുക? ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ്, ആം, ആറ്, വാസ്, വെയർ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വരുന്ന ഓപ്ഷൻ നോക്കുക? ബീയിങ് വരുന്ന ഓപ്ഷൻ നോക്കുക. അത് ഒന്നേ ഉള്ളെങ്കിൽ അത് തന്നെ ഉത്തരം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി തന്നെയായിരിക്കും അതിൽ വന്നിരിക്കുക. അപ്പോൾ ഈസ് വരുന്ന ചോദ്യങ്ങളിൽ എന്ത് ചെയ്യും? അതേ കാറ്റഗറിയിൽ ഓക്സിലറി തന്നെ വരും. ഒബ്ജക്റ്റിനനുസരിച്ച് സിംഗുലാറും പ്ലൂറലും മാറുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വെയർ വരുന്ന ചോദ്യങ്ങളിൽ ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹാസ്, ഹാവ്, ഹാഡ് ഏതൊക്കെ ഓക്സിലറീസ്? ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ബീൻ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹാസ്, ഹാവ്, ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വരുന്ന ഓപ്ഷൻ നോക്കുക? ബീൻ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഓക്കെ. തന്നിരിക്കുന്ന ചോദ്യത്തിൽ വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി ഏതെങ്കിലും വരുന്ന ഒരു ചോദ്യമാണ് തരുന്നതെങ്കിൽ ഏതൊക്കെയാണ്? വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡയർ, നീഡ്, ഔട്ട് ടു ഇതിലേതെങ്കിലും ഓക്സിലറി വരുന്ന ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പാസീവ് വോയിസ് നോക്കുമ്പം ബി പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. എന്ത് വരുന്ന ഓപ്ഷൻ നോക്കുക? ബി പ്ലസ് V3. ഒന്നും കൂടെ പറഞ്ഞു നോക്കിയേ. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ്, ആം, ആറ്, വാസ്, വെയർ വന്നിട്ടുണ്ടെങ്കിൽ ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഹാസ്, ഹാവ്, ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ ബീൻ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി ആണ് വരുന്നതെങ്കിൽ ബി പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇതുപോലെയുള്ള ഓക്സിലറി ഇല്ല, പകരം നോക്കുക വെർബ് V1 മാത്രം വരുന്ന സെന്റൻസുകൾ, അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വരുന്ന സെന്റൻസ്, അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസ്. ഇത്തരം സെന്റൻസുകളാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ഏതൊക്കെ പറഞ്ഞു? വെർബ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പാസീവ് വോയിസ് പറയുമ്പം നമ്മൾ എന്ത് നോക്കുക? ഓപ്ഷനിൽ ഈസ്, ആം, ആറ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഏത് വരുന്ന ഓപ്ഷൻ നോക്കുക? ഈസ്, ആം, ആറ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഓക്കെ. തന്നിരിക്കുന്ന ചോദ്യത്തിൽ വെർബ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ ഓപ്ഷനിൽ ഈസ്, ആം, ആറ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. അപ്പോൾ ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഈസ് പ്ലസ് V3 ആയിരിക്കും ഉത്തരം. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ പ്ലസ് V3 ആയിരിക്കും. ഒബ്ജക്റ്റ് ആയി വന്നാൽ ആം പ്ലസ് V3 ആയിരിക്കും. ഇനി ലാസ്റ്റ് വെർബ് V2 വരാം, അല്ലെങ്കിൽ ഡിഡ് വരുന്ന ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്, അതായത് സിമ്പിൾ പാസ്റ്റ്. വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ പാസീവ് വോയിസ് വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് V3 ആയിരിക്കും. ഏതായിരിക്കും? വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് V3 ആയിരിക്കും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു? തന്നിരിക്കുന്ന ചോദ്യം നമ്മളപ്പോൾ ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടെത്തുന്ന ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ്, ആം, ആറ്, വാസ്, വെയർ വരുന്ന ചോദ്യമാണെങ്കിൽ ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന ചോദ്യമാണെങ്കിൽ ബീൻ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ബി പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. V1 എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈസ്, ആം, ആറ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നതെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. അപ്പോൾ ഈ ഒരു ടേബിള് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഓപ്ഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ എത്താം. നോക്കിയേ, ആദ്യത്തെ ചോദ്യം നോക്കിയേ, ആക്റ്റീവ് വോയിസ് കണ്ടെത്താനാണ്.
പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് തന്നിട്ടുണ്ട്, അതിനെ പാസീവിലോട്ട് മാറ്റാനാണ്. ചോദ്യം എങ്ങനെയാണ് കിടക്കുന്നത്? മിസ്റ്റർ ജോൺ മെയ്ഡ് ദ കേജ്. നമ്മൾ പറഞ്ഞ റൂൾ വെച്ച് നോക്കിയാൽ മതി. റൂൾ എങ്ങനെ പറഞ്ഞു? ചോദ്യത്തിൽ നോക്കിയേ, ജോൺ മെയ്ഡ് ആണ് കിടക്കുന്നത്. മെയ്ഡ് മെയ്ഡ് എന്ന് പറയുന്നത് വെർബ് ഏതാണ്? മെയ്ഡ് എന്ന് പറയുന്നത് വെർബ് V2 ആണ്. മെയ്ഡ് എന്ന് പറയുന്നത് വെർബ് V2 ആണ്. നമുക്ക് മെയ്ഡ് എന്ന് പറയുന്നത് വെർബ് V2 ആണ്. അപ്പോൾ V2 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? വെർബ് V2 വന്നു കഴിഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. എന്ത് നോക്കുക? നമ്മൾ ഓപ്ഷൻ മൊത്തം വായിച്ചു നോക്കണ്ട. വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. നോക്കി, ഒന്നാമത്തിൽ ഈസ് പ്ലസ് V3 ആണ് വരുന്നത്, അത് വരില്ല, ഉത്തരം തെറ്റ്. രണ്ടാമത്തിൽ വാസ് പ്ലസ് V3 ആണ് വരുന്നത്, വരാം, ഉത്തരം ശരിയായിട്ട് വരാം. അടുത്ത ഓപ്ഷൻ കൂടെ നോക്ക്, ഈസ് പ്ലസ് ING ആണ് വരുന്നത്, വരില്ല. അടുത്തത് എന്ത് ചെയ്യുന്നു? ഏതാണ് വന്നിരിക്കുന്നത്? വിൽ പ്ലസ് ബി ആണ് വന്നിരിക്കുന്നത്, വരില്ല. നമ്മൾ പറഞ്ഞത് വെർബ് V2 ആണെങ്കിൽ എന്ത് ഓപ്ഷൻ നോക്കുക? വാസ് ഓർ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. അപ്പോൾ നമുക്ക് ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ. എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ചെയ്തു നോക്കണം. നിങ്ങൾ ചോദ്യങ്ങൾ വായിച്ചിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു നോക്കണം. നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളും കൂടെ ശരിയാണോ എന്ന് നോക്കണം. അടുത്ത ചോദ്യം നോക്കിയേ, രണ്ടാമത്തെ ചോദ്യം. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് തന്നിരിക്കുന്നു, പാസീവിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ് കിടക്കുന്നത്, ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. കണ്ടല്ല, നമുക്ക് തന്നിരിക്കുന്നത് ഈസ് വരുന്ന ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈസ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ എന്ത് നോക്കാൻ പറഞ്ഞു? ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കാൻ പറഞ്ഞു. എന്ത് വരുന്ന ഓപ്ഷൻ? ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ. നോക്കിയേ, ഒന്നാമത്തേൽ ബീയിങ് പ്ലസ് V3 വന്നിട്ടുണ്ട്, ഉത്തരം വരാം. രണ്ടാമത്തേലും ബീയിങ് പ്ലസ് V3 വന്നിട്ടുണ്ട്, ഉത്തരം വരാം. ഇനി മൂന്നാമത്തേൽ ബീയിങ് വന്നിട്ടില്ല, നാലാമത്തേലും വന്നിട്ടില്ല, ഇത് രണ്ടും വരില്ല. ഇനി നോക്കി, ഓക്സിലറി ഈസ് അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈസ് വരുന്ന സെൻറ്റൻസിൽ ഈസ് തന്നെ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കാം, അല്ല എങ്കിൽ ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ആ ഓക്സിലറി തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നോക്കി, ഇവിടെ വാസാണ്. വാസ് നമ്മൾ ഓക്സിലറി മാറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് വരില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നോടെ? എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. എ സ്റ്റോറി ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. എ സ്റ്റോറി ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കിയേ, ദ പഞ്ചായത്ത് ഈസ് കൺസ്ട്രക്റ്റിംഗ് എ കമ്മ്യൂണിറ്റി ഹാള് ഇൻ അവർ വാർഡ്. നോക്കിയേ, ചോദ്യത്തിൽ എന്ത് വന്നിരിക്കുന്നു? ഈസ് വന്നിരിക്കുന്നു. ഈസ് വരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ എന്ത് നോക്കാൻ പറഞ്ഞു? ബീയിങ് പ്ലസ് V3 ഉണ്ടാ നോക്കാം. ഓപ്ഷനില് ബീയിങ് പ്ലസ് V3 പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ്. ഒന്നാമത്തെ ചോദ്യത്തിൽ നോക്കിയേ, ബീയിങ് വന്നിട്ടില്ല, നമുക്ക് ഈസ് കൺസ്ട്രക്റ്റഡ് എന്നാണ് കിടക്കുന്നത്, വരില്ല, ഉത്തരം വരില്ല. രണ്ടാമത്തേൽ നോക്കിയേ, ഹാസ് ബീൻ ആണ് വന്നിരിക്കുന്നത്, ബീനാണ് വന്നിരിക്കുന്നത്, വരില്ല. മൂന്നാമത്തേൽ നോക്കിയേ, ഈസ് കഴിഞ്ഞിട്ട് ബീയിങ് വന്നിട്ടുണ്ട്, കൺസ്ട്രക്റ്റഡ് വന്നിട്ടുണ്ട്, ബീയിങ് പ്ലസ് V3 വന്നിട്ടുണ്ട്, അത് ഉത്തരം വരാം. ഇനി അടുത്ത കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ഉത്തരം പറഞ്ഞു നോക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിൽ ഹാസ് കഴിഞ്ഞിട്ട് ബീനാണ് വന്നിരിക്കുന്നത്, വരില്ല. ആകെ ബീയിങ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, സി ഓപ്ഷൻ. അതുകൊണ്ട് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നാലാമത്തെ ചോദ്യം നോക്കിയേ, ഇന്ത്യ വോൺ ദി മാച്ച്. നാലാമത്തെ ചോദ്യം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വോൺ എന്ന് പറയുന്നതാണ് വെർബായിട്ട് വന്നിരിക്കുന്നത്. വോൺ എന്ന് പറഞ്ഞാൽ വെർബ് V2 ആണ്. അപ്പോൾ V2 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? വാസ് ഓർ വെയർ പ്ലസ് V3 ഉണ്ടാകും നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ നോക്കിയേ, ഹാർഡാണ് വന്നിരിക്കുന്നത്, വരില്ല. രണ്ടാമത്തെ നോക്കിയേ, അവിടെയും ഹാർഡാണ് വന്നിരിക്കുന്നത്, വരില്ല. ഇനി അതേപോലെ മൂന്നാമത്തെ ചോദ്യം നോക്കിയേ, മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, വാസ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്, വാസ് പ്ലസ് V3 വന്നിട്ടുണ്ട്. അപ്പോൾ V2 ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3 ആയിരിക്കണം, വാസ് പ്ലസ് V3 വന്നിട്ടുണ്ട്, അത് വരാം. അടുത്ത ഓപ്ഷനുകൾ നോക്കിയേ, ഈസ് ബീയിങ് ആണ് വരുന്നത്, വരില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഏക ഓപ്ഷനാണ് സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ, രാജു വോർ എ വൈറ്റ് ഷർട്ട്. ചേഞ്ച് ഇൻറ്റു പാസീവ് ആണ്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന വെർബ് ഏതാണ്? വെർബായിട്ട് വന്നിരിക്കുന്നത് വോറാണ്. വോർ എന്ന് പറയുന്നത് വിയറിന്റെ പാസ്റ്റ് ആണ്, V2 ആണ്. അപ്പോൾ V2 വന്നു കഴിഞ്ഞാൽ എന്ത് നോക്കണമെന്ന് പറഞ്ഞു? വാസ് ഓർ വെയർ പ്ലസ് V3 നോക്കുക. വാസ് ഓർ വെയർ പ്ലസ് V3 ഓപ്ഷൻ ഉണ്ടാകും നോക്കുക. ആ ടേബിൾ നമ്മൾ ആദ്യം പഠിച്ച ടേബിൾ വെച്ചിട്ട് നോക്കുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഈസ് പ്ലസ് V3 ആണ് കിടക്കുന്നത്, വരില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ഏത് കിടക്കുന്നു? ഈസ് ബീയിങ് ആണ് കിടക്കുന്നത്, വരില്ല. മൂന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? വാസ് പ്ലസ് V3 ആണ് വരുന്നത്, ഉത്തരമായിട്ട് വരാം.
നാലാമത്തിൽ ഈസ് ആണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരം വരുന്നത് ഏതാണ്ട് വാസ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ, അതായത് സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. എ വൈറ്റ് ഷർട്ട് വാസ് വോൺ ബൈ രാജു ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ദ പാസീവ് വോയിസ് ഓഫ്, തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പാസീവ് വോയിസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാസീവ് വോയിസ് ചെയ്യുന്നത് ഏതാണ്? ദി പാസീവ് വോയിസ് ഫ്രം ചെയ്യുന്നത് ഫോം ഓഫ്, തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പാസീവ് വോയിസ് ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ കീപ് മൈ ബുക്സ് ഹിയർ, ഐ കീപ് മൈ ബുക്സ് ഹിയർ. അപ്പോൾ നോക്കുക, ഐ കീപ് മൈ ബുക്സ്, കീപ്പാണ് കിടക്കുന്നത്. കീപ്പ് എന്ന് പറയുന്നത് വെർബാണ്. തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പാസീവ് വോയിസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കീപ്പ് എന്ന് പറയുന്നത് വെർബാണ്. കീപ്പ് എന്ന് പറയുന്നത് V1 ആണ്. അപ്പോൾ V1 എന്ന് ഏത് ഓപ്ഷൻ നോക്കുക? ഈസ് ആം ആർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഈസ് ആം ആർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഒന്നാമത്തേൽ നോക്കിയേ, ഈസ് ആം ആർ ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ആ ഓപ്ഷൻ വരില്ല. രണ്ടാമത്തേൽ ആറ് വന്നിട്ടുണ്ട്, പക്ഷെ കീപ്പിംഗ് ആണ്, ING ആണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് വരില്ല. മൂന്നാമത്തെ ഓപ്ഷനിൽ ആമാണ് വന്നിരിക്കുന്നത്. ആം കഴിഞ്ഞിട്ട് കെപ്റ്റ് ആണ്. അവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ് കുട്ടികളെ? മൈ ബുക്കാണ് ഒബ്ജക്റ്റ് കേട്ടോ. മൈ ബുക്കാണ് ആദ്യം വരേണ്ടത്. നോക്ക്, മൈ ബുക്ക്. ഇവിടെ ആമും വന്നിട്ടുണ്ട്, കെപ്റ്റും വന്നിട്ടുണ്ട്, പക്ഷെ അത് ഉത്തരം വരുമോ? വരില്ല. കാരണം എന്താണ്ടേ? ഒബ്ജക്റ്റ് മാറ്റമുണ്ടും, ഒബ്ജക്റ്റ് ഐ ആണ് കിടക്കുന്നത്, ആ സബ്ജക്റ്റ് തന്നെയാണ് അവിടെ കിടക്കുന്നത്, അതുകൊണ്ട് അതും വരില്ല. മൂന്നാമത്തെ ഓപ്ഷനിൽ മൈ ബുക്സ്, ബുക്സ് പ്ലൂറൽ ആയതുകൊണ്ട് ആറ് ഉപയോഗിച്ചിരിക്കുന്നു, അവിടെ ആറ് വന്നിരിക്കും. അതുകൊണ്ട് ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, വി ഷാൾ ഹാവ് ടു ടോൺ ദ കാർ ടു ദ ഗ്യാരേജ്. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തില് ഷാള് വരുന്ന ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഷാള് വരുന്ന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? മൊഡാൽ ഓക്സിലറി ആണ്. വില്ല് മുതൽ ഓട്ടിട്ട് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ B പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. അപ്പോൾ ആ മൊഡാൽ ഓക്സിലറി ഏതാണ്? അത് വില്ലാണെങ്കിൽ വില്ല് തന്നെ വരും. കാരണം വില്ല് മുതൽ ഓട്ടിട്ട് വരെയുള്ള എല്ലാ ഓക്സിലറിയും സിംഗുലാറുമാണ്, പ്ലൂറലുമാണ്. അതുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റിനനുസരിച്ച് അത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വില്ലാണെങ്കിൽ വില്ല് തന്നെ എഴുതാം, ഷാളാണെങ്കിൽ ഷാൾ തന്നെ എഴുതാം, വുഡാണെങ്കിൽ വുഡ് തന്നെ എഴുതാം. അപ്പോൾ അതൊന്നും മാറ്റണ്ട. അപ്പം വില്ല് അല്ലെങ്കിൽ ഷാൾ പ്ലസ് B പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഷാൾ പ്ലസ് B പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ ഏത് കിടക്കുന്നു? മസ്റ്റ് ഹാവ് ആണ്, വരില്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ ഏതാണ്? വില്ല് ആണ് വന്നിരിക്കുന്നത്. വില്ല് നമ്മൾ ഓക്സിലറി അല്ല, നമുക്ക് ഷാളാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തേൽ ഏത് വരുന്നു? ചെയ്യുന്നൂടെ മൂന്നാമത്തെ ഓപ്ഷനിൽ കാറ് നീഡാണ് വന്നിരിക്കുന്നത്. നീഡാണ് ഓക്സിലറി ആയിട്ട് വന്നിരിക്കുന്നത്. നാലാമത്തേൽ വുഡാണ് വന്നിരിക്കുന്നത്, വുഡും വരില്ല. അപ്പോൾ നമുക്ക് നാല് ഓപ്ഷനിലും ഓക്സിലറി വന്നിട്ടില്ല. ഇനി നോക്കിയോണേ, ഇനി നമുക്ക് ചോദ്യത്തിൽ ഷാളാണ് കിടക്കുന്നത്. ഷാള് വരുന്ന സെന്റൻസ് ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നു. ഫ്യൂച്ചറിൽ വില്ലും ഷാളും നമുക്ക് ഉത്തരമായിട്ട് എഴുതാം. വില്ലും ഷാളും ഉത്തരമായിട്ട് വരാം. അതുകൊണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാം? B ഓപ്ഷൻ ഉത്തരമായിട്ട് എടുക്കാം. നോക്കുക, അത് കഴിഞ്ഞിട്ട് വില്ല്, ഷാളും വില്ലും ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറിയാണ്, അതുകൊണ്ട് വില്ലായിട്ട് മാറിയതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയൊന്നും ഉത്തരമായിട്ട് വരില്ല. മസ്റ്റ് മാറില്ല, പിന്നെ അതേപോലെ നീഡ് വരില്ല. വില്ലിൻ്റെ പാസ്റ്റ് ആണ് വുഡ് എന്ന് പറയുന്നത്, അതും വരില്ല. അപ്പോൾ നമുക്ക് വുഡൊക്കെ വരുന്നത് റിപ്പോർട്ടർ സ്പീച്ചിലാണ് വില്ല് മാറി വുഡാക്കുന്നത്. അപ്പോൾ ഷാളും വില്ലും എന്തുകൊണ്ട് ഷാള് വില്ലായിട്ട് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് ആണ്. വില്ലും ഷാളിൻ്റെ ഉപയോഗം ഫ്യൂച്ചർ ടെൻസിൽ ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ടാണ് അവിടെ വില്ലായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് B ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം B ഓപ്ഷൻ. എട്ടാമത്തെ ചോദ്യം നോക്കിയേ, ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്ത് കിടക്കുന്നു? ഈസ് വന്നിരിക്കുന്നു. ഈസ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ പാസീവ് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ ഏതാണ് കിടക്കുന്നത്? ബീയിങ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അത് ഉത്തരം വരില്ല. രണ്ടാമത്തേൽ നോക്കുക, ഈസ് ബീയിങ് വന്നിട്ടുണ്ട്, ഉത്തരം വരാം. മൂന്നാമത്തേൽ വാസ് ആണ് വന്നിരിക്കുന്നത്. വാസ് ഓക്സിലറി മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ബീയിങ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ വാസ് ആണ് അവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് വരില്ല. കാരണം എന്താണ്? ഈസ് വരുന്ന സെന്റൻസിൽ ഒന്നെങ്കിൽ ഈസ് വരാം, ആം വരാം, ആറ് വരാം. ഒബ്ജക്റ്റിനനുസരിച്ചാണ് മാറേണ്ടത്. അപ്പോൾ എ ലെറ്റർ സിംഗുലാർ ആയതുകൊണ്ട് ഈസ് തന്നെ എഴുതാം. അപ്പോൾ ഈസ് പ്ലസ് ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷനേ ഉള്ളൂ. അടുത്തതിൽ വാസ് റിട്ടേൺ ആണ് കിടന്ന് വരില്ല, അതുകൊണ്ട് നമുക്ക് B ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ബീയിങ് പ്ലസ് V3 വരുന്ന B ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ദ പഞ്ചായത്ത്. നേരത്തെ ചോദ്യം ചെയ്തതാണ്. ദ പഞ്ചായത്ത് ഈസ് കൺസ്ട്രക്റ്റിംഗ് എ കമ്മ്യൂണിറ്റി ഹാള് ഇൻ അവർ വാർഡ്. നമുക്ക് എങ്ങനെ പറയാം? ഈസ് വരുന്ന ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈസ് വരുന്ന ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ പാസീവ് വോയിസ് എഴുതുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ് ആണെങ്കിൽ ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. എന്ത് വരുന്ന ഓപ്ഷൻ നോക്കുക?
ബീയിങ് പ്ലസ് വി3 വരുന്ന ഓപ്ഷൻ നോക്കുക. ബീയിങ് പ്ലസ് വി3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൽ എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റി ഹാള് എന്ത് ചെയ്യുന്നൂടെ, ഹാൾ ബീയിങ് വന്നിട്ടില്ല. എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ചോദ്യത്തിൽ ഹാസ് ബീൻ ആണ് കിടക്കുന്നത്, വരില്ല, വന്നിട്ടില്ല. മൂന്നാമത്തെ ഓപ്ഷനിൽ ബീയിങ് വന്നിട്ടുണ്ട്, വി3 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്. നാലാമത്തേൽ ഹാസ് ബീൻ ആണ്, വരില്ല. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്. അടുത്ത് നോക്കിയേ, ശ്യാം ഹാഡ് ബിൽഡ് ദാറ്റ് ബ്യൂട്ടിഫുൾ ഹൗസ്. ശ്യാം ഹാഡ് ബിൽഡ് ദാറ്റ് ബ്യൂട്ടിഫുൾ ഹൗസ്. നോക്കിയേ, ഹാർഡ് വരുന്ന ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹാർഡ് വരുന്ന ചോദ്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ എൻ്റെ പാസീവ് വോയിസ് പറയുമ്പോൾ എന്താ പറഞ്ഞു, ബീൻ പ്ലസ് വി3 വരുന്ന ഓപ്ഷൻ നോക്കുക. ബീൻ പ്ലസ് വി3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ബീന് വന്നിട്ടില്ല, ബീനൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ആ ഓപ്ഷൻ വരില്ല. രണ്ടാമത്തേൽ നോക്കിയേ, ബീൻ വന്നിട്ടുണ്ട്, ബിൽറ്റ് എന്ന് പറയുന്ന വി3 വന്നിട്ടുണ്ട്, ഉത്തരം വരാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ബീന് വന്നിട്ടില്ല. നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഹാഡ് ബീൻ വന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ് കുട്ടികളെ, ബിൽഡ് കഴിഞ്ഞിട്ട് ദാറ്റ് എന്ത് ചെയ്യുന്നൂടെ, ദാറ്റ് ബ്യൂട്ടിഫുൾ ഹൗസ് ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം ബീൻ പ്ലസ് വി3, കാരണം വെർബിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. ആദ്യത്തേൽ ദി ഹൗസ് എന്നാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നൂടെ, ഇവിടെ വരുന്നതിൽ ഇതാ എന്ത് ചെയ്യുന്നൂടെ, ഇവിടെ നമുക്ക് ഡി ഓപ്ഷനിൽ ബീൻ പ്ലസ് വി3 വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഹൗസ് മാത്രമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദാറ്റ് ബ്യൂട്ടിഫുൾ ഹൗസ് ആണ് വരേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ബീൻ പ്ലസ് വി3 വരേണ്ടത്. നോക്കിയേ, അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു, ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 11ാമത്തെ ചോദ്യം നോക്കിയേ. 11ാമത്തെ ചോദ്യം, ദേ ഹാവ് ഡൺ ഇറ്റ്. ദേ ഹാവ് ഡൺ ഇറ്റ്, അതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ദേ ഹാവ് ഡൺ ഇറ്റ്. അപ്പോൾ അതിൻ്റെ പാസീവ് എഴുതാനാണ്. ഹാവ് വരുന്ന സെനൻസുകൾ പാസീവിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് എന്താക്കുക, ഹാവ് വരുന്ന സെനൻസുകൾ പാസീവിലോട്ട് മാറ്റുമ്പോഴത്തേക്കും ബീൻ പ്ലസ് വി3 വരുന്ന ഓപ്ഷൻ നോക്കുക. ബീൻ പ്ലസ് വി3 വരുന്ന ഓപ്ഷൻ നോക്കുക. അപ്പോൾ ഹാവ് ആണ് വന്നിരിക്കുന്നത്, ദേ സബ്ജക്റ്റ് ആണ്. എന്ത് ചെയ്യുന്നൂടെ, ഇറ്റ് എന്ന് പറയുന്നതാണ് എന്ത് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇറ്റ് സിംഗുലാർ ആണ്, ഹാവ് മാറിയിട്ട് ഹാസ് ആവും. അപ്പോൾ ഹാസ് പ്ലസ് ബീൻ വരുന്ന ഓപ്ഷൻ നോക്കുക. അതുകൊണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ വരുന്നു, നമുക്ക് ഇവിടെയും ബീൻ വന്നിട്ടുണ്ട്, ഹാവ് ബീൻ ആണ് വന്നിരിക്കുന്നത്. ഇറ്റ് സിംഗുലാർ ആണ്, ഹാവ് അതിനോടൊപ്പം നിൽക്കില്ല. ഇവിടെ ബീന് വന്നിട്ടില്ല, അതുകൊണ്ട് ആ ഉത്തരം വരില്ല. നീ ഇറ്റ് ഇവിടെ വന്നിരിക്കുന്നു, ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു, ഹാസ് സിംഗുലാർ ആണ്, ബീനായിട്ട് മാറി. ഹാവ് എങ്ങനെ ഹാസ് ആയെന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റിന് പ്രാധാന്യം നൽകുന്നുണ്ട്, അതിനനുസരിച്ച് ഹാവ് മാറിയിട്ട് ഹാസ് ആവുന്നു. അതുകൊണ്ട് സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത നോക്കിയേ, അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം, ദ വുഡ് കട്ടർ ചോപ്പ് ഡൗൺ ദ ടോൾ ട്രീ. ദ വുഡ് കട്ടർ ചോപ്പ് ഡൗൺ ദ ടോൾ ട്രീ. സെന്റൻസ് ദ ടോൾ ട്രീയിൽ തുടങ്ങി, അതായത് പാസീവിലോട്ട് മാറ്റാനാണ്. അപ്പോൾ നോക്ക്, കാന്തി വുഡ് കട്ടർ ചോപ്ഡ് ഡൗൺ. ചോപ്ഡ് ആണ് നമുക്ക് അവിടെ വെർബായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചോപ്ഡ് എന്ന് പറയുന്ന വെർബ് എന്ന് പറയുന്നത് V2 ആണ്. അപ്പോൾ V2 വരുന്ന സെന്റൻസുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, വാസ് ഓർ വെയർ പ്ലസ് വി3 വരുന്ന ഓപ്ഷൻ നോക്കുക. എന്ത് നോക്കുക, വാസ് ഓർ വെയർ പ്ലസ് വി3. ഒന്നാമത്തേൽ ഹാഡ് ആണ് വന്നിരിക്കുന്നത്, വരില്ല. രണ്ടാമത്തേൽ ഹാഡ് ആണ് വന്നിരിക്കുന്നത്, വരില്ല. മൂന്നാമത്തേൽ നോക്കിയ വാസ് പ്ലസ് വി3 ആണ് വരുന്നത്, വരാം. നാലാമത്തേൽ വാസും വേറൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നു സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. സി ഓപ്ഷൻ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, വൺ മേ അക്കംപ്ലിഷ് ദി എനിത്തിങ് വിത്ത് എ ലിറ്റിൽ എഫേർട്ട്. വൺ മേ അക്കംപ്ലിഷ് എനിത്തിങ് വിത്ത് എ ലിറ്റിൽ എഫേർട്ട്. തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പാസീവ് വോയിസ് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 13ാമത്തെ ചോദ്യത്തിൽ നമുക്ക് വന്നിരിക്കുന്നതിൽ എന്ത് വന്നിരിക്കുന്നു, എന്ത് ചെയ്യും, ക്യാൻ അല്ലെങ്കിൽ മേ ആണ് വന്നിരിക്കുന്നത്. മേ വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ബി പ്ലസ് വി3 വരുന്ന ഓപ്ഷൻ നോക്കുക. ബി പ്ലസ് വി3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഒന്നാമത്തിൽ ബി പ്ലസ് വി3, ബി ഒന്നും വന്നിട്ടില്ല, അത് വരില്ല. രണ്ടാമത്തിൽ നമുക്ക് ബി പ്ലസ് വി3 വന്നിട്ടുണ്ട്, അക്കംപ്ലിഷ്ഡ്, അത് ഉത്തരമായിട്ട് വരാം. മൂന്നാമത്തേൽ ബി ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അത് ഉത്തരം വരില്ല. നാലാമത്തേലും ബി വന്നിട്ടില്ല, അതുകൊണ്ട് ഉത്തരം വരില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ മേ മാറിയിട്ട് ക്യാൻ ആയിട്ടുണ്ട്, അത് സാരമില്ല, മൊഡാൽ ഓക്സിലറി ആയതുകൊണ്ട് സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട്, ക്യാനും വരാം. എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ബി പ്ലസ് വി3 വരുന്ന ഓപ്ഷൻ ഉണ്ടാന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കിയേ, അടുത്ത ചോദ്യമാണ്, എ ഹൗസ് ഈസ് ബിൽറ്റ് ബൈ ഹിം. ഇതൊരു പാസീവ് വോയിസിലെ സെന്റൻസ് ആണ്. ഇതിനെ ആക്റ്റീവ് വോയിസിലോട്ട് തിരിച്ചു മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം തന്നിരുന്നത് ആക്റ്റീവ് വോയിസ് തന്ന് പാസീവ് വോയിസ് കണ്ടെത്താൻ. ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് പാസീവ് വോയിസ് തന്നിട്ട് ആക്റ്റീവ് വോയിസ് കണ്ടെത്താൻ. ഓക്കെ, ഇപ്പോൾ പാസീവ് വോയിസ് എളുപ്പമാണ്. നമ്മൾ ഹിം എന്ന് പറയുന്നതാണ് അവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിട്ട് മാറി, അതിനെ ഹി ആക്കി മാറ്റി. ഇനി നോക്കിയാണ്
ഈസ് പ്ലസ് V3 ആണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഈസ് പ്ലസ് V3 വരുന്നെങ്കിൽ ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്, അതായത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ഹി സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള സെന്റൻസ് നോക്കിയാൽ മതി. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഹി ബിൽഡ്സ് എ ഹൗസ്, സിമ്പിൾ പ്രസന്റ് ആണ്, വരാം. രണ്ടാമത്തെ ഹി ബിൽഡ് ആണ്, ബിൽഡ് എന്ന് പറയുന്നത് V1 ആണ്, V1 പ്ലൂറലാണ്, വരില്ല. ബിൽറ്റ് ആണ് മൂന്നാമത്തെ ഓപ്ഷൻ, V2 ആണ്, വരില്ല. ഹാസ് ബിൽറ്റ് ആണ്, ഹാസ് ബിൽറ്റ് ആണ് വന്നിരിക്കുന്നത്, അതും വരില്ല. അതുകൊണ്ട് നമുക്ക് ഏതാണ് ഹി സിംഗുലാർ, ബിൽഡ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട് സിംഗുലാർ വേർബ് ആണ്, എ ഹൗസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. സംശയം ഉണ്ടെങ്കിൽ നോക്ക് ഇതിന്റെ പാസീവ് വോയിസ് എഴുതി നോക്കിയാൽ മതി. എ ഹൗസ് ഒബ്ജക്റ്റ് ആണ്, ബിൽഡ്സ് എസിൽ അവസാനിക്കുന്ന വെർബ് ആയതുകൊണ്ട് അതിനകത്ത് ഈസ് വരാം, ആമ് വരാം, ആറ് വരാം. എ ഹൗസ് സിംഗുലാർ ആയതുകൊണ്ട് ഈസ് അവിടെ എഴുതാം. ഇനി അടുത്ത് വെർബിന്റെ V3 ഏതാണ്? ബിൽഡിന്റെ V3 ആണ്, ബിൽറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു, അവിടെ ബിൽറ്റ് വന്നിരിക്കുന്നു. പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ് ബൈ ഹിം. അപ്പോൾ എ ഹൗസ് ഈസ് ബിൽറ്റ് ബൈ ഹിം വേണമെങ്കിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പാസീവ് ഒന്ന് എഴുതി നോക്കാൻ ചെയ്യാം. അടുത്ത 15ാമത്തെ ചോദ്യമാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. 15ാമത്തെ ചോദ്യം നോക്കിയേ, they will discuss the matter soon. They will discuss the matter soon. വില്ല് വരുന്ന സെനൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വില്ല് വരുന്ന സെനൻസുകളുടെ പാസീവ് വോയിസ് എഴുതാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും ബി പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഒന്നാമത്തേൽ ബി പ്ലസ് V3 ഇല്ല, അതുകൊണ്ട് അത് ഓപ്ഷൻ വരില്ല, ഉത്തരമായിട്ടില്ല. രണ്ടാമത്തേൽ കണ്ട ബി പ്ലസ് V3 വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉത്തരമായിട്ട് വരാം. അടുത്ത ഓപ്ഷനും കൂടെ നോക്കാം നമുക്ക്. അടുത്ത ഓപ്ഷനിൽ നോക്കുക, ഹാവ് ആണ് വന്നിരിക്കുന്നത്, ഹാവ് എന്ത് ചെയ്യുന്നൂടെ, ഹാവ് വരില്ല, ഓപ്ഷൻ ഉത്തരമായിട്ട് വരില്ല. അടുത്ത ഓപ്ഷനിൽ ഏത് വന്നിരിക്കുന്നു, ബീനാണ് വന്നിരിക്കുന്നത്, വരില്ല. അതുകൊണ്ട് നമുക്ക് ഏതോ ഓപ്ഷനേ വരുള്ളൂ, നമ്മൾ ബി ഓപ്ഷൻ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട് 15ാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് ഓപ്ഷൻ വരുന്നു? ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, ബി ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അതാ ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, 16ാമത്തെ ചോദ്യമാണ് അടുത്ത് നോക്കുന്നത്. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ചോദ്യം ഇങ്ങനെയാണ്, ഐ വാസ് റൈറ്റിംഗ്. നമുക്ക് വാസ് വരുന്ന ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. വാസ് വരുന്ന ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നതെങ്കിൽ ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. നമുക്ക് ഒന്നാമത്തേൽ ബീയിങ് പ്ലസ് V3 വന്നിട്ടുണ്ട്, ഉത്തരം വരാം. രണ്ടാമത്തേൽ ബീൻ പ്ലസ് V3 ആണ് വരുന്നത്, വരില്ല. മൂന്നാമത്തേൽ ഈസ് പ്ലസ് V3 ആണ് വരുന്നത്, വരില്ല. അടുത്തത് ഈസ് ബീയിങ് ആണ് വന്നിരിക്കുന്നത്. വാസ് വരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഈസ് മാറ്റേണ്ട കാര്യമില്ല, അപ്പോൾ അത് വരില്ല. ബീയിങ് അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഓക്സിലറി ഈസ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് വരില്ല. നമുക്ക് ഏത് ഓപ്ഷൻ വരുന്നു? എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. 16ാമത്തെ ചോദ്യത്തിന് ഉത്തരം എ ഓപ്ഷൻ. 15ാമത്തെ ചോദ്യം നോക്കിയേ, വാട്ട് ഈസ് ദ ആക്റ്റീവ് ഫോം? ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റാനാണ്. അപ്പോൾ പാസീവ് ആണ് തന്നിരിക്കുന്നത്. ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ ദി പോലീസ്. അപ്പോൾ ദ പോലീസ് എന്ന് പറയുന്നതാണ് അവിടെ സബ്ജക്റ്റ്. അപ്പോൾ ദ പോലീസിൽ തുടങ്ങുന്ന സെൻറ്റൻസുകൾ ഏതൊക്കെ ഉണ്ട്? എന്ത് ചെയ്യുന്നൂടെ, ആകെ ഒരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ. ഏതാണ്? സി ഓപ്ഷൻ. നമ്മൾ ആദ്യമേ സബ്ജക്റ്റ് നോക്കിയപ്പോഴേ ഉത്തരം കിട്ടി, സി ഓപ്ഷനാണ്. എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നിലേക്ക് നമ്മൾ പോയില്ല, സി ഓപ്ഷനാണ്. ഇനി നോക്ക്, നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴാണെങ്കിലോ അറസ്റ്റഡ് എന്നാണ് കിടക്കുന്നത്. വാസ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. വാസ് പ്ലസ് V3 വരുന്ന സെൻറ്റൻസുകൾ എന്തായിരിക്കും? അതിൻ്റെ ആക്റ്റീവ് വോയിസ് എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. നോക്ക്, ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽസ്. V2 എഴുതിയാൽ V2 വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. ഓക്കെ, അതുകൊണ്ട് സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ഹൂ ബ്രോക്ക് ദി ഗ്ലാസ്. ഹൂ ബ്രോക്ക് ദി ഗ്ലാസ് നമ്മൾ പഠിച്ചതിന് ഹൂയിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളുടെ പാസീവ് വോയിസ് എന്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞു? ബൈ ഹൂമിൽ തുടങ്ങാം. ഹൂയിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളുടെ പാസീവ് വോയിസ് ബൈ ഹൂമിൽ തുടങ്ങും. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ബൈ ഹൂം വരുന്ന എ ഓപ്ഷൻ. വേറെ ഒന്നും നമ്മൾ നോക്കണ്ട, എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ബ്രോക്ക് എന്ന് പറയുന്നത് V2 ആണ്. V2 വന്നു കഴിഞ്ഞാൽ വാസ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. വാസ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. അപ്പോൾ നമുക്ക് വാസ് പ്ലസ് V3 ഇവിടെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, വാസ് വന്നിട്ടുണ്ട്, V3 ബ്രോക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ, വി ആർ എൻചാൻറ്റഡ്. വി വെയർ എൻചാൻറ്റഡ് ബൈ ഹിം. ഇത് ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റാനാണ്. അപ്പോൾ നമുക്ക് വെയർ കഴിഞ്ഞിട്ടാണ് V3 വന്നിരിക്കുന്നത്. വെയർ കഴിഞ്ഞിട്ടാണ് V3 വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഹിം ആണ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഹി ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. എല്ലാത്തിലും ഹി തന്നെയാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വെയർ പ്ലസ് V3 ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പം V2 വരുന്ന ഓപ്ഷൻ നോക്കുക. ഹി എൻചാൻറ്റഡ് എ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്, ബാക്കി ഒന്നിലും വന്നിട്ടില്ല. ആകെ സിമ്പിൾ പാസ്റ്റ് വരുന്നത് എ ഓപ്ഷനാണ്, ബാക്കിയൊന്നും സിമ്പിൾ പാസ്റ്റ് അല്ല.
അടുത്ത ചോദ്യം നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പാസീവ് ഫോം? താഴെ തന്നിരിക്കുന്നതിൽ പാസീവ് ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഷീ ഗേവ് എ പാർട്ടി. ഷീ ഗേവ് എ പാർട്ടി. ഗേവ് നോക്ക്, ഓക്സിലറി ഇല്ലാതെ ഒരു പാസീവ് ഫോം വരാറില്ല. അതുകൊണ്ട് ഗേവ് ആ സെന്റൻസിനകത്ത് ഓക്സിലറി ഇല്ല. രണ്ടാമത്തേൽ ഓക്സിലറി ഇല്ല. മൂന്നാമത്തേൽ ഓക്സിലറി ഉണ്ട്. നാലാമത്തേൽ ഓക്സിലറി ഇല്ല. അപ്പോൾ നമുക്ക് പാസീവ് ഫോം ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയുക? സി ഓപ്ഷൻ. കാരണം ഓക്സിലറി വെർബുകൾ ഇല്ലാതെ പാസീവ് ഫോം എഴുതാറില്ല. ഓക്സിലറി ആയിട്ട് ഒന്നെങ്കിൽ ഈസ്, ആം, ആറ്, വാസ്, വേർ വരാം, ഹാസ്, ഹാവ്, ഹാഡ് വരാം, ഡു ഡസൻ ഡിഡ് വരില്ല. വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി ഏത് വേണമല്ലോ. ഓക്സിലറി ഇല്ലാണ്ട് എന്തില്ല, പാസീവ് വോയിസ് എഴുതാറില്ല. അപ്പോൾ നമുക്ക് ഓക്സിലറിയുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏത് ഓപ്ഷനാണ്? നമ്മുടെ സി ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നോക്കിയേ, വി ഇലക്റ്റഡ് ഹിം അവർ ലീഡർ. വി ഇലക്റ്റഡ് ഹിം അവർ ലീഡർ. പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ്. ഇലക്റ്റഡ് എന്ന് പറയുന്നത് V2 ആണ്. V2 എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? V2 എന്ന് കഴിഞ്ഞാൽ വാസോർ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. വാസോർ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ ഈസ് ആണ് കിടക്കുന്നത്, വരില്ല. രണ്ടാമത്തേൽ വാസ് വന്നിട്ടുണ്ട്, V3 ഒന്നും നമ്മൾ കണ്ടില്ല, വരില്ല. മൂന്നാമത്തേൽ മെയ്ഡ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യുന്നൂടെ ഇവിടെ വാസോർ വെയർ ഒന്നും വന്നിട്ടില്ല. നാലാമത്തെ ഓപ്ഷനിൽ എന്ത് ചെയ്യുന്നൂടെ വാസ് പ്ലസ് V3 വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതുവരെ വരുന്നൂടെ? ഡി ഓപ്ഷൻ. 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. 22ാമത്തെ ചോദ്യം നോക്കിയേ, വി കീപ് ദ ബുക്ക് ഹിയർ. വി കീപ് ദ ബുക്ക് ഹിയർ. അപ്പോൾ നമുക്ക് പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ്. കീപ്പാണ് വെർബായിട്ട് വന്നിരിക്കുന്നത്, വെർബാണ്. അത് V1 ആണ്. V1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പാസീവ് വോയിസിൽ ഈസ്, ആം, ആറ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഈസ്, ആം, ആറ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. നോക്കുക, ഒന്നാമത്തെ ഓപ്ഷനിൽ ആർ കെപ്റ്റ് ഉത്തരമായിട്ട് വരാം. എന്ത് ചെയ്യുന്നൂടെ? ആർ പ്ലസ് V3 വന്നിട്ടുണ്ട്. രണ്ടാമത്തേൽ വെയർ ആണ്, വരില്ല. എന്ത് ചെയ്യുന്നൂടെ? ഈസ്, ആം, ആർ പ്ലസ് V3 അല്ലേ. മൂന്നാമത്തേൽ ആറ് കഴിഞ്ഞിട്ട് ബീയിങ് ഇവിടെ വന്നിരിക്കുന്നു, വരില്ല. നാലാമത്തേൽ വെയർ കഴിഞ്ഞിട്ട് ബീയിങ് വന്നിരിക്കും, വരില്ല. അതുകൊണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ? എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. 22 എ ഓപ്ഷൻ. 23ാമത്തെ ചോദ്യം നോക്കിയേ, നോക്ക്, എ റിംഗ് റോഡ് ഡാഷ് എറൗണ്ട് ദ സിറ്റി. ഡാഷ് എറൗണ്ട് ദ സിറ്റി. പാസീവ് വോയിസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എ റിംഗ് റോഡ്, അതിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. എ റിംഗ് റോഡ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. തുടർന്ന് വരുന്ന ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. ഈസ് പ്ലസ് ING. പാസീവ് വോയിസിൽ എപ്പോഴും V3 വരാറുള്ളൂ. അപ്പോൾ നമുക്ക് ഈസ് പ്ലസ് ING വരില്ല. നമുക്ക് ഇവിടെ ING ആണ് വന്നിരിക്കുന്നത്, വരില്ല. ഇവിടെ നോക്ക്, ഹാസ് ബിൽറ്റ്. എന്ത് ചെയ്യുന്നൂടെ? ഹാസ് വരുന്ന സെൻസിൽ ബീനും കൂടെ വരണം. ബീൻ കഴിഞ്ഞിട്ടാണ് V3 വരേണ്ടത്, അതും വരില്ല. ഇനി ബി ഓപ്ഷൻ നോക്കിയേ, സി ഓപ്ഷൻ നോക്കിയേ, ഈസ് കഴിഞ്ഞിട്ട് ബീയിങ് വന്നിട്ടുണ്ട്, V3. ആകെ പാസീവ് വോയിസിന് ഉത്തരമായിട്ട് വരാൻ സാധ്യത സി ഓപ്ഷൻ മാത്രമാണ് ഉത്തരമായിട്ട് വരാൻ സാധ്യത. അതുകൊണ്ട് സി ഉത്തരം.